അങ്ങനെ ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ കണ്ടു. ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുൾ മാസ് എന്റർടൈനർ. ഒറ്റ വകയിൽ പറയാം, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് നല്ല വൈബ് അടിച്ച് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ നൈറ്റ് ഷോ ആണ് കണ്ടത്. ഫസ്റ്റ് ഷോ കണ്ടില്ല, ഞാൻ നൈറ്റ് ഷോ ആണ് കണ്ടത്. ഓഡിയൻസൊക്കെ അത്യാവശ്യം ഒരു വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടല്ലോ അടിച്ച് പൊളിച്ച് അർമാദിച്ച് തന്നെയാണ് ഞാൻ അവിടെ തിയേറ്ററിൽ. എനിക്ക് വെച്ചാൽ ഓരോ സീൻ ബൈ സീൻ, ഇപ്പം ദിലീപേട്ടൻ്റെ ആയാലും ലാലേട്ടൻ്റെ ഒക്കെ വന്ന് ഒരു സീനുണ്ട്. പിന്നെ പാട്ട്, മറ്റേ അഴിഞ്ഞാട്ടം, അതൊക്കെ നമുക്ക് അഴിഞ്ഞാട്ടം ആ ഒരു പാട്ടൊക്കെ വരുമ്പം എന്താ പറയുക, ആദ്യമൊക്കെ എനിക്ക് ആ വരികളൊന്നും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് തിയേറ്ററിൽ ഇങ്ങനെ ഒരു ഫ്ലോയിൽ കേൾക്കുമ്പോൾ ഒരു രസമാണ്. ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിച്ചു. അടിപൊളിയായിരുന്നു. നല്ല നല്ല ഒരു വൈബ് കിട്ടിയ പടം തന്നെയാണ്. എനിക്ക് വേറെ ഒരു കുറ്റവും പറയാലും. റെഫറൻസ് ആണ്, മൊത്തം റെഫറൻസിൻ്റെ അയ്യര് കളിയാണ്. കഥ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ വേറെ അതിൻ്റെ അകത്ത് മറ്റേ ലോജിക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം പോയി പടം കാണാൻ, മനസ്സിലായി? അല്ലാതെ ഈ അതിൻ്റെ അകത്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ, അതിൽ നെഗറ്റീവ് അങ്ങനെ ആ ഒരു ചിന്താഗതിയിലൊരു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമയ്ക്കകത്ത് മൊത്തം നെഗറ്റീവേ പറയാനുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്കൊരു മാസ് പടം എന്നുള്ള നിലയിൽ പോയി കണ്ടാൽ ഉറപ്പായിട്ടും ഒരു ഫെസ്റ്റിവൽ മൂവി അത്രയേ ഉള്ളൂ. അല്ല വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ സിനിമയാണ്. കുറേ എണ്ണം രാവിലെ വന്നിട്ട് കുറേ എണ്ണം വന്ന് നെഗറ്റീവ് അടിക്കാനുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കണം. എടാ, നീ റിവ്യൂ ചെയ്യുന്ന നിൻ്റെ അഭിപ്രായമൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ എടാ, സിനിമാക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സിനിമ ഒരു ഒരു മാസ പടമാണ്, അല്ലെങ്കിൽ ഒരു വട്ട് പടമാണ്. അതിന് തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. പക്ഷേ എനിക്കെന്തോ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം, എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പാഠം ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് പെർഫോമൻസിലോട്ട് പറയാം. എനിക്ക് ദിലീപ് ഏട്ടൻ്റെ ഫസ്റ്റ് ഹാഫ് ദിലീപ് ഏട്ടനാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നിർത്തി കത്തിച്ചിട്ടുണ്ട്. പൊന്നു മോനെ, ബെസ്റ്റ് ഇൻട്രോ തന്നെയാണ് ലാലേട്ടന് കൊടുത്തിട്ടുള്ളത്. അന്യായ ഇൻട്രോ ആയിരുന്നു കേട്ടോ. കത്തിച്ച് കളഞ്ഞു, എൻ്റെ തൊണ്ടയൊക്കെ പോയി. ദിലീപേട്ടൻ്റെ ഷോ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ കൊണ്ടുപോയി. ഏട്ടൻ്റെ അനിയനും കൂടെ കത്തിച്ച് തിയേറ്റർ. ഞാൻ പറയുള്ളൂ. അവസാനം ഒരു ക്യാമിയോ വരുന്നുണ്ട്, അതാരാണെന്നും പറയുന്നില്ല, സർപ്രൈസാണ്. ഒരു തമിഴ് ഒരു ആക്ടറാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ഒരു വൈബ് തന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഭയം ഭക്തി ബഹുമാനം ബബ്ബ. പിന്നെ എല്ലാവരുടെ പെർഫോമൻസ് വൈസ് നൈസായിരുന്നു. ബൈജു ചേട്ടൻ, ബാലു വർഗീസ്, ദിലീപ് ഏട്ടൻ, ലാലേട്ടൻ, എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ശരിക്കും വട്ട് പടമാണ്. ഒരു മൈൻഡ് സെറ്റിൽ പോയി കണ്ടാൽ മതി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് എനിക്ക് പടം എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഹൈറ്റേഴ്സിനോട് പറയുള്ളത്, നിങ്ങൾക്കൊക്കെ പറ്റണം എന്തോന്ന് വെച്ചാൽ ചെയ്തോ. പടം തൂക്കും, ഒരു സംശയവും വേണ്ട. അടിപൊളിയായിട്ട് തൂക്കും. ദിലീപ് ഏട്ടൻ്റെ ഒരു വമ്പൻ കമ്പാക്ക് എന്നേ ഞാൻ പറയുന്നു. ഓക്കെ. ഈ വിനീത് ഏട്ടനും അതുപോലെ ധ്യാൻ ചേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ നല്ല നൈസായിരുന്നു. അവർ തമ്മിൽ ഈ ഇൻ്റർവ്യൂവിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അത് ഒരു നൈസ് ഒരു പരിപാടിയായിരുന്നു. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.